ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നു. 1944 ഫെബ്രുവരി 1. ഒരു ചെറിയ വീട്ടിൽ നിന്ന് 1-2 പേർ പുറപ്പെടുന്നത് ഞാൻ കാണുന്നു. പുറത്തുള്ള ഒരു കോവണിയിലൂടെ ചെറുപ്പക്കാരിയായ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് താഴേക്കിറങ്ങി വരുന്നു. നമ്മുടെ അമ്മയെ ഞാൻ തിരിച്ചറിയുന്നു. എപ്പോഴും ഒരുപോലെ തന്നെ, വെളുത്ത് ചുമന്ന സ്വർണ്ണ നിറമുള്ള സുന്ദരി. പെരുമാറ്റത്തിൽ വളരെ മയവും കരുണയും അതേസമയം ഉത്സാഹവും കാണുന്നു. വെള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. ഇളം നീല മേലങ്കിയും വെള്ള ശിരോവസ്ത്രവും ശിശുവിനെ വളരെ സൂക്ഷ്മതയോടെ പിടിച്ചിരിക്കുന്നു. ചാരനിറമുള്ള ഒരു ചെറിയ കഴുതയുമായി ജോസഫ് കോവണിയുടെ ചൂട്ടിൽ കാത്തു നിൽക്കുന്നു. ജോസഫിൻ്റെ വസ്ത്രങ്ങൾക്ക് ആകെ ഇളം തവിട്ട് നിറമാണ്. ഉടുപ്പിനും പുറം കുപ്പായത്തിനും ഒരു നിറം തന്നെ. ജോസഫ് മേരിയെ നോക്കി പുഞ്ചിരിക്കുന്നു. മേരി കഴുതയുടെ അടുത്ത് വന്നപ്പോൾ ജോസഫ് കടിഞ്ഞാൻ ഇടത് കൈയിലിട്ട് കുഞ്ഞിനെ ഒരു നിമിഷത്തേക്ക് വാങ്ങുന്നു. കുഞ്ഞ് സമാധാനപൂർവ്വം ഉറങ്ങുകയാണ്. അങ്ങനെ മേരിക്ക് കഴുതയുടെ ജീനിയിൽ ശരിക്ക് ഇരിക്കുവാൻ കഴിയുന്നു. അപ്പോൾ ശിശുവിനെ മേരിയുടെ കരങ്ങളിൽ തിരിച്ചു കൊടുത്ത ശേഷം അവർ യാത്ര പുറപ്പെടുന്നു. മേരിയുടെ സമീപം ജോസഫ് കടിഞ്ഞാൻ പിടിച്ചുകൊണ്ട് നടക്കുന്നു. കഴുത കുണ്ടിലും കുഴിയിലും മറ്റും ചാടാതെ സൂക്ഷിച്ചതിനെ നടത്തുന്നു. മേരി ഈശോയെ മടിയിൽ വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണിക്ക് തണുപ്പടിക്കാതിരിക്കാൻ സ്വന്തം പുറംകുപ്പായം കൊണ്ട് മൂടുന്നു. ജോസഫും മേരിയും അപൂർവമായി മാത്രമേ സംസാരിക്കുന്നുള്ളൂ. എന്നാൽ പലപ്പോഴും പരസ്പരം നോക്കി പുഞ്ചിരിക്കുന്നുണ്ട്. വഴി അത്ര നല്ലതൊന്നുമല്ല. കാലാവസ്ഥ അനുസരിച്ച് ഭൂമിയാകെ ഫലശൂന്യമായി കിടക്കുന്നു. വളരെ ചുരുക്കം ആളുകൾ മാത്രമേ വഴിയിൽ കാണപ്പെടുന്നുള്ളൂ. കുറച്ചു കഴിയുമ്പോൾ ഏതാനും വീടുകളും മതിൽക്കെട്ടുകളുമുള്ള ഒരു പട്ടണം കാണുന്നു. അവർ പടി കടന്ന് പട്ടണത്തിനുള്ളിലേക്ക് പോകുന്നു. കല്ലുപാകിയ പാതയാണ്. എന്നാൽ കല്ലിടയ്ക്കിടയ്ക്ക് ഇളകിപ്പോയിരിക്കുന്നതിനാൽ കഴുതയുടെ കാൽ കുഴിയിൽ പതിക്കുകയും അങ്ങനെ യാത്രയിൽ കുലുക്കവും ബുദ്ധിമുട്ടും അനുഭവപ്പെടുകയും ചെയ്യുന്നു. ആളുകളും മൃഗങ്ങളും ധാരാളമായി നിരത്തിലുള്ളതുകൊണ്ട് യാത്രയുടെ വേഗതയും കുറഞ്ഞു. റോഡ് നിരപ്പല്ല, കുന്നിൻ മുകളിലേക്ക് കയറ്റമാണ്. റോഡിന് വീതി വളരെ കുറവാണ്. ഇരുവശത്തും പൊക്കമുള്ള വീടുകൾ. അവയുടെ വാതിലുകൾ പൊക്കവും വീതിയും കുറഞ്ഞ് റോഡ് വശത്തേക്കാണ്. എന്നാൽ ജനലുകൾ റോഡിൻ്റെ വശത്തേക്കില്ല. അങ്ങുയരത്തിൽ ആകാശം നീല നിറത്തിലുള്ള ദീർഘതുണ്ടുകൾ പോലെ വീടുകളുടെ ഇടയിലൂടെ കാണാം. വീടുകളുടെ മട്ടുപ്പാവുകളുടെ ഇടയിലൂടെയും കാണാം. താഴെ തെരുവിൽ ധാരാളം ആളുകളുണ്ട്. അവരുടെ കോലാഹലങ്ങൾ കേൾക്കാം. ജോസഫും മേരിയും ധാരാളം ആളുകളെ കാണുന്നു. ചിലർ നടന്നു പോകുന്നു, ചിലർ കഴുതപ്പുറത്ത്, മറ്റു ചിലർ ഭാരം വലിക്കുന്ന കഴുതകളുടെ കൂടെ അവയെ നയിച്ചുകൊണ്ട് നടക്കുന്നു. ഒരാൾക്കൂട്ടം തന്നെയുണ്ട്, ഒട്ടകങ്ങളുടെ സംഘത്തിനൊപ്പം. ഒരു സ്ഥലത്ത് വന്നപ്പോൾ റോമൻ പട്ടാളം റോന്തു ചുറ്റുന്നു. കുതിരയുടെ കുളമ്പടി ശബ്ദവും ആയുധങ്ങളുടെ ശബ്ദവുമെല്ലാം ഇടകലർന്ന കോലാഹലത്തോടെ അവർ കടന്നു പോകുന്നു. വളരെ ഇടുങ്ങിയൊരു സ്ഥലത്ത് പണിതിരിക്കുന്ന ഒരു വളച്ചുവാതിലിനപ്പുറം അവർ അപ്രത്യക്ഷരാകുന്നു. ജോസഫ് ഇടത്തേക്ക് തിരിയുന്നു. ഇപ്പോൾ വീതിയുള്ള നല്ല വഴിയാണ്. യുദ്ധത്തിൽ തകർക്കപ്പെട്ട പട്ടണമതിലുകൾ കാണാം. അവ ഇപ്പോൾ എനിക്ക് സുപരിചിതമാണ്. റോഡിൻ്റെ അങ്ങേയറ്റമാണിത്. മൃഗങ്ങളെ സൂക്ഷിക്കുന്ന ഒരു ശാലയുടെ പടിക്കൽ മേരി കഴുതപ്പുറത്തു നിന്നും ഇറങ്ങുന്നു. ശാലയിൽ വൈക്കോൽ വെച്ചിരിക്കുന്നു. ഇടയ്ക്ക് തൂണുകളുണ്ട്. അവയിന്മേൽ വളയങ്ങൾ പിടിപ്പിച്ചിട്ടുണ്ട്. മൃഗങ്ങളെ കെട്ടുന്നത് ആ വളയങ്ങളോട് ചേർത്താണ്. ഒരു ചെറിയ മനുഷ്യൻ ജോസഫിൻ്റെ അടുത്ത് ചെന്ന് ഏതാനും നാണയങ്ങൾ വാങ്ങി അത് കൊടുത്ത് വൈക്കോൽ വാങ്ങി കഴുതയ്ക്ക് കൊടുക്കുന്നു. ശാലയുടെ ഒരു മൂലക്കുള്ള കിണറ്റിൽ നിന്ന് ഒരു തൊട്ടി വെള്ളം കോരി കഴുതയ്ക്ക് കൊടുക്കുന്നു. ജോസഫും മേരിയും കൂടി ദേവാലയത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. ആദ്യം അവർ പോകുന്നത് കച്ചവടക്കാരുള്ള സ്ഥലത്തേക്കാണ്. പിൽക്കാലത്ത് ഈശോ അടിച്ചുപിടിക്കുന്നത് ഈ സ്ഥലത്ത് വിൽപ്പന നടത്തുന്നവരെയാണ്. ആടുകളെയും പ്രാവുകളെയും വിൽക്കുന്നവരും നാണയമാറ്റക്കാരുമാണ് അവിടെ.
ജോസഫ് 2 വെള്ളപ്രാക്കളെ വാങ്ങുന്നു. പണം മാറുന്നില്ല. ആവശ്യത്തിനുള്ള നാണയം കയ്യിലുണ്ടെന്നുള്ളത് വ്യക്തം. അവർ ഒരു വശത്തുള്ള വാതിലിലേക്ക് പോകുന്നു. എല്ലാ വാതിലുകളിലേക്കും എന്ന പോലെ ആ വാതിലിലേക്ക് 8 നടകളുണ്ട്. ദേവാലയത്തിൻ്റെ നടുഭാഗം ചുറ്റുമുള്ള സ്ഥലത്തേക്കാൾ ഉയർന്നതാണ്. വാതിൽ തുറക്കുന്നത് ഒരു ഹാളിലേക്കാണ്. ഈ ഹാൾ വളരെ വിശാലവും ഏറെ അലങ്കാരപ്പണികളുമുള്ളതാണ്. ഹാളിൻ്റെ 2 വശങ്ങളിലും ദീർഘചതുരാകൃതിയിൽ അൾത്താരകൾ പോലെ 2 മേശകളുണ്ട്. അവയുടെ ഉദ്ദേശം ആദ്യം എനിക്ക് മനസ്സിലായില്ല. അവ കുഴിവുള്ള ബേസിൻ പോലെയാണ്. ഒരു പുരോഹിതൻ അവരുടെ അടുത്തേക്ക് വരുന്നു. അദ്ദേഹം സ്വമേധയാ വന്നതാണോ അതോ ജോസഫ് വിളിച്ചുകൊണ്ട് വന്നതാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. മേരി പ്രാക്കളെ അദ്ദേഹത്തിൻ്റെ പക്കൽ കൊടുക്കുന്നു. അവയുടെ വിധി എന്താണെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ കണ്ണുതിരിച്ചു കളയുന്നു. വാതിലിൻ്റെ അലങ്കാരപ്പണികളും മേൽപ്പുരയുടെ അടിഭാഗത്തെ പണികളുമെല്ലാം ഞാൻ നോക്കുകയാണ്. എന്നാൽ വശങ്ങളിലൂടെ ഞാൻ കാണുന്നു. പുരോഹിതൻ മേരിയുടെ മേൽ വെള്ളം തളിക്കുന്നു. വെള്ളമാണ് തളിച്ചത്, അല്ലെങ്കിൽ വസ്ത്രത്തിന്മേൽ കറ കാണുമായിരുന്നു. പിന്നീട് മേരി പ്രാക്കളോടൊപ്പം ഏതാനും നാണയങ്ങളും പുരോഹിതൻ്റെ പക്കൽ കൊടുത്തിരുന്നു. അത് പറയാൻ ഞാൻ മറന്നു. പുരോഹിതനോടൊപ്പം യഥാർത്ഥ ദേവാലയത്തിലേക്ക് പോകുന്നു. ഞാനെല്ലാം ശ്രദ്ധിച്ചു നോക്കുകയാണ്. വളരെ മനോഹരമായി അലങ്കരിക്കപ്പെട്ട സ്ഥലം. തൂണുകളിലും ഭിത്തിയിലും മേൽത്തട്ടിൻ്റെ അടിഭാഗത്തും മാലാഖമാരുടെ ശിരസ്സുകളും പനകളും മറ്റും കൊത്തിവെച്ചിരിക്കുന്നു. നീണ്ടു വീതി കുറഞ്ഞ വിചിത്രമായ ജനലുകളിലൂടെ വെളിച്ചം കടന്നു വരുന്നു. ജനലുകൾക്ക് കണ്ണാടിയില്ല. ജനലുകൾ നേരെയല്ല, കോണോട് കോൺ ചരിച്ചാണ് പണിതിരിക്കുന്നത്. മഴവെള്ളം അകത്തു വീഴാതിരിക്കാനാണ് അങ്ങനെ പണിതിരിക്കുന്നത് എന്ന് തോന്നുന്നു. മേരി ഒരു നിശ്ചിത സ്ഥാനം വരെ മുന്നോട്ട് പോകുന്നു, പിന്നീട് നിൽക്കുന്നു. അവിടെ നിന്നും ഏതാനും മീറ്റർ അകലെ വീണ്ടും നടകൾ. അവയുടെ മുകളിൽ ഒരു അൾത്താര. അത് കഴിഞ്ഞ് വേറെ ഒരു കെട്ടിടവുമുണ്ട്. ഇതുവരെ ദേവാലയത്തിലാണ് ഞാൻ എന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ ആ സ്ഥലമെല്ലാം ദേവാലയത്തിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ മാത്രമാണ്. യഥാർത്ഥ ദേവാലയത്തിലേക്ക് അഥവാ വിശുദ്ധ സ്ഥലത്തിനപ്പുറത്തേക്ക് ഒരുത്തർക്കും കടക്കാൻ സാധിക്കുകയില്ല. പുരോഹിതർക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ. ദേവാലയമാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ച സ്ഥലങ്ങൾ സാക്ഷ്യകൂടാരം വെച്ചിരിക്കുന്ന യഥാർത്ഥ ദേവാലയത്തിൻ്റെ 3 വശവും ചുറ്റിയുള്ള പ്രവേശന സ്ഥലങ്ങൾ മാത്രമാണ്. അവ കെട്ടിയടച്ചവയാണെന്ന് മാത്രം. ഞാൻ പറയുന്നത് വ്യക്തമാകുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും ഞാൻ എഞ്ചിനീയറോ ആർക്കിടെക്റ്റോ ഒന്നുമല്ലല്ലോ. മേരി ശിശുവിനെ പുരോഹിതൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ഈ സമയം ഉണ്ണി ഉണർന്ന് ഏതാനും ദിവസങ്ങൾ മാത്രം പ്രായമായ കുട്ടികളുടെ നിഷ്കളങ്കവും അത്ഭുതം നിറഞ്ഞതുമായ കണ്ണുകളോടെ പുരോഹിതനെ നോക്കുന്നു. പുരോഹിതൻ തൻ്റെ കരങ്ങളിൽ ശിശുവിനെ എടുത്ത് അൾത്താരയ്ക്കെതിരെ നിന്ന് ദേവാലയ ഭാഗത്തേക്ക് സാധിക്കുന്നിടത്തോളം ഉയർത്തിപ്പിടിക്കുന്നു. കർമ്മം കഴിഞ്ഞ് ശിശുവിനെ അമ്മയുടെ കരങ്ങളിൽ തിരികെ കൊടുത്ത ശേഷം പുരോഹിതൻ പോകുന്നു. ഇതെല്ലാം നോക്കി നിൽക്കുന്ന ഒരു സംഘം ആളുകളുണ്ട്. അവരുടെ ഇടയിൽ നിന്ന് ഒരു ചെറിയ മനുഷ്യൻ, പ്രായാധിക്യം കൊണ്ട് കൂനും സ്വല്പം മുടന്തുമുള്ള ആൾ, വടിയുടെ സഹായത്തോടെ നടന്നു വരുന്നു. അയാൾക്ക് വളരെ പ്രായക്കൂടുതലുണ്ടെന്ന് തോന്നുന്നു. 80-ൽ കൂടുതൽ വയസ്സ് കാണും. അയാൾ മേരിയുടെ അടുത്ത് ചെന്ന് കുഞ്ഞിനെ ഒരു നിമിഷത്തേക്ക് കൊടുക്കാമോ എന്ന് ചോദിക്കുന്നു. മേരി പുഞ്ചിരി തൂക്കിക്കൊണ്ട് അയാളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നു. ശിമിയോൻ പുരോഹിത ഗണത്തിൽപ്പെട്ട ആളാണെന്നായിരുന്നു ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്നത്. എന്നാൽ വസ്ത്രധാരണം കണ്ടിട്ട് ഒരു സാധാരണ വിശ്വാസിയാണെന്ന് തോന്നുന്നു. അയാൾ ശിശുവിനെ കയ്യിലെടുത്ത് ചുംബിക്കുന്നു. ഈശോ ശിശുക്കൾക്ക് സഹജമായ വിധം അയാളെ നോക്കി പുഞ്ചിരി തൂകുന്നു. ഈശോ കാര്യമറിയാൻ നോക്കുന്നത് പോലെയാണ് നോക്കുന്നത്. കാരണം വൃതൻ കരയുകയും ചിരിക്കുകയും ചെയ്യുന്നു. കണ്ണുനീർ ചിത്രപ്പണി പോലെ ചുളിവുകളുള്ള മുഖത്ത് തിളങ്ങുകയും നീളമുള്ള താടിമീശയെ തടവി മുത്തുമണികൾ പോലെ താഴേക്ക് പൊഴിയുകയും ചെയ്യുന്നു. ഈശോ കുഞ്ഞിക്കൈകൾ മീശയുടെ നേർക്ക് നീട്ടുന്നു. ഈശോ ആണെങ്കിലും ഒരു കുഞ്ഞാണല്ലോ.
മുൻപിൽ കാണുന്ന എന്തിനേയും പിടിക്കാനും അതെന്താണെന്ന് അറിയാനുമുള്ള ആഗ്രഹം മേരിയും ജോസഫും പുഞ്ചിരി തൂകുന്നു. ചുറ്റും നിൽക്കുന്നവരും അങ്ങനെ തന്നെ. അവർ ശിശുവിൻ്റെ സൗന്ദര്യത്തെ പുകഴ്ത്തുന്നു. വിശന്നനായ വൃദ്ധൻ്റെ വാക്കുകൾ ഞാൻ കേൾക്കുന്നു. ജോസഫിൻ്റെ വിസ്മയവും മേരിയുടെ ദുഃഖവും ആളുകളുടെ വിസ്മയവും, ദുഃഖം, തമാശ എന്നിവ കലർന്ന നോട്ടവും ഞാൻ കാണുന്നു. അവസാനം പറഞ്ഞ രീതിയിൽ പ്രതികരിക്കുന്നവരുടെ കൂട്ടത്തിൽ താടി മീശയുള്ള കപടനാട്യക്കാരനായ ഏതാനും സൻഹൃദീൻ സഭാംഗങ്ങളുണ്ട്. അവർ തലകുലുക്കിക്കൊണ്ട് പരിഹാസവും കപട സഹതാപവും കലർത്തി ശിമിയോനെ നോക്കുകയും ചെയ്യുന്നു. അവർ വിചാരിക്കുന്നത് വാർദ്ധക്യ നിമിത്തം ബുദ്ധി മന്ദീഭവിച്ചിട്ട് ശിമിയോൻ പറയുന്നതാണെന്നായിരിക്കണം എന്നാണ്. ശിമിയോൻ ദുഃഖത്തിൻ്റെ കാര്യം പറയുമ്പോൾ മേരിയുടെ പുഞ്ചിരി താനേ വിളറുന്നു. അവൾക്കറിയാമെങ്കിലും ആ വാക്ക് അവളുടെ ആത്മാവിൽ തുളച്ചു കയറുന്നു. ആശ്വാസത്തിനായി അവൾ ജോസഫിൻ്റെ പക്കലേക്ക് പോകുന്നു. ശിശുവിനെ ആവേശത്തോടെ നെഞ്ചോടടുത്ത് ചേർത്ത് അമർത്തിപ്പിടിക്കുന്നു. ദാഹിച്ചു പൊരിയുന്ന ആത്മാവിനെ പോലെ ഫനുവേലിൻ്റെ പുത്രി അന്നയുടെ വാക്കുകൾ സ്വീകരിക്കുന്നു. ഒരു സ്ത്രീയായ അന്ന മേരിയുടെ സഹതാപങ്ങളെക്കുറിച്ചും യഥാർത്ഥ സഹതാപത്തോടെ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. നിത്യനായ പിതാവ് ദുഃഖത്തിൻ്റെ ആ നാഴികയിൽ സ്വഭാവവേദിതമായ ശക്തി നൽകി നിന്നെ സംരക്ഷിച്ച് ആ ദുഃഖം മയപ്പെടുത്തുമെന്ന് പറയുന്നു. സ്ത്രീയെ, തൻ്റെ ജനത്തിനു രക്ഷകനെ പ്രദാനം ചെയ്തവൻ നിന്റെ കണ്ണുനീർ തുടയ്ക്കാൻ ദൈവദൂതനെ അയക്കുന്നതിന് അശക്തനല്ല. ഇസ്രയേലിലെ സ്ത്രീകൾക്ക് ദൈവമായ കർത്താവിൻ്റെ സഹായം ഒരിക്കലും ഇല്ലാതെ വന്നിട്ടില്ല. നീയാകട്ടെ യൂദത്തിനെയും ജായാലിനേക്കാൾ എത്രയോ ശ്രേഷ്ഠയാകുന്നു. ഏറ്റവും നിർമ്മലമായ സ്വർണം കൊണ്ടുള്ള ഒരു ഹൃദയം നമ്മുടെ കർത്താവ് നിനക്ക് തരും. തന്മൂലം ദുഃഖത്തിൻ്റെ കൊടുങ്കാറ്റിനെ നീ അതിജീവിക്കും. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവരിൽ വെച്ച് അതിശ്രേഷ്ഠമായ സ്ത്രീയും അമ്മയും നീയായിത്തീരും. കുഞ്ഞെ, നിന്റെ ദൗത്യം നിർവഹണ സമയത്ത് എന്നെ നീ ഓർക്കണമേ. ദർശനം ഇവിടെ അവസാനിക്കുന്നു.